മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇഷ്തഖത്തിൻ നാറു ഇലാ റബ്ബിഹ, ഒരിക്കൽ നരകം അള്ളാഹുവിനോട് പരാതി പറഞ്ഞു. ഫഖാല അകല ബഅദി ബഅദ, നരകം പറഞ്ഞ പരാതി ഇതാണ്: അള്ളാഹുവേ, എന്നിൽ ചിലതിനെ തിന്ന് നശിപ്പിക്കുന്നു. ഫഅദിന ലഹാ ബിനഫസൈൻ, ഇത് കേട്ടപ്പോൾ അല്ലാഹു തആല 2 ശ്വാസം വിടാൻ നരകത്തിന് അനുവാദം കൊടുത്തു. അഥവാ നരകത്തിന്റെ കഠിനമായ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അതിന് ചെറിയൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി 2 ശ്വാസം പുറത്തേക്ക് വിടാൻ അനുവദിച്ചു. നഫസും ഫി ശിത്താൽ നഫസും ഫി സ്വൈഫ്, ഒരു ശ്വാസം ശൈത്യകാലത്തും തണുപ്പ് കാലത്തും, മറ്റൊരു ശ്വാസം നല്ല ചൂടുള്ള കാലത്തും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തണുപ്പ് കാലത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കഠിനമായ തണുപ്പ് അത് നരകത്തിൽ നിന്നുള്ള ശ്വാസം വിടലാണ്. ചൂടുകാലത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കഠിനമായ ഉഷ്ണം അതും നരകത്തിൽ നിന്നുള്ള ശ്വാസം വിടലാണ്. അപ്പോൾ നരകത്തിന് പോലും അതിൻ്റെ ചൂടിനെയും തണുപ്പിനെയും സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സാധാ മനുഷ്യരായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഫമാ അസ്ബറഹും അലന്നാർ, ഖുർആൻ ചോദിച്ചതുപോലെ അവർക്ക് എങ്ങനെയാണ് നരകത്തെ സഹിക്കാൻ കഴിയുക?